ദമ്പതികൾ പരസ്പരം പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ. ഏതൊരു ബന്ധത്തിലും ഫലപ്രദമായ ആശയവിനിമയം നിർണായകമാണ്. ആരോഗ്യകരവും ക്രിയാത്മകവുമായ ബന്ധം നിലനിർത്താൻ ദമ്പതികൾ പരസ്പരം പറയുന്നതിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദമ്പതികൾ പരസ്പരം പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ ഇതാ. 1. അപമാനിക്കൽ. അപകീർത്തികരമായ ഭാഷയോ അധിക്ഷേപങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. 2. ഭൂതകാലത്തെപ്പറ്റിയുള്ള സംസാരം. മുൻകാല തെറ്റുകളോ ആവലാതികളോ നിരന്തരം സംസാരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം നിലവിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 3. ഭീഷണികൾ അല്ലെങ്കിൽ അന്ത്യശാസനം. ഭീഷണിപ്പെടുത്തുന്ന ഭാഷയോ അന്ത്യശാസനങ്ങളോ ശത്രുതാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കും. അന്ത്യശാസനങ്ങൾ ഉപയോഗിക്കുന്നതിനു പകരം തുറന്ന ആശയവിനിമയത്തിലൂടെ വിട്ടുവീഴ്ചകളും പരിഹാരങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക. 4. മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങൾ. നിങ്ങളുടെ പങ്കാളിയെ മറ്റുള്ളവരുമായി നെഗറ്റീവായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. അത് അപര്യാപ്തതയുടെയും നീരസത്തിൻ്റെയും വികാരങ്ങളിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ പങ്കാളിയുടെ അതുല്യമായ ഗുണങ്ങളെയും ശക്തികളെയും അഭിനന്ദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 5. പരിഹാസ്യമായ പരാമർശങ്ങൾ. പരിഹാസം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. അത് തെറ്റിദ്ധാരണകളിലേക്ക് നയിച്ചേക്കാം. അനാവശ്യ പിരിമുറുക്കം ഒഴിവാക്കാൻ വ്യക്തമായും മാന്യമായും ആശയവിനിമയം നടത്തേണ്ടത് പ്രധാനമാണ്. 6. ഉദ്ദേശങ്ങൾ അനുമാനിക്കുന്നു. വ്യക്തതയില്ലാതെ പങ്കാളിയുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതരുത്. നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് തെറ്റിദ്ധാരണകൾക്കും അനാവശ്യ സംഘർഷങ്ങൾക്കും ഇടയാക്കും. വ്യക്തത ആവശ്യപ്പെടുക. നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുക. 7. കുറ്റപ്പെടുത്തലും ആരോപണങ്ങളും. പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിനു പകരം നിങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു പ്രതിരോധ പ്രതികരണം ഒഴിവാക്കാൻ സഹായിക്കുകയും പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സഹകരണപരമായ സമീപനം വളർത്തുകയും ചെയ്യുന്നു. ആശയവിനിമയം എന്നത് 2 വഴികളുള്ള സ്ട്രീറ്റാണെന്ന് ഓർക്കുക. 2 പങ്കാളികൾക്കും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സുരക്ഷിതവും തുറന്നതുമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. ബന്ധത്തിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ സഹാനുഭൂതിയോടും ആദരവോടും കൂടി അഭിസംബോധന ചെയ്യുന്നത് ശക്തമായ ബന്ധത്തിന് സഹായിക്കും. സ്വന്തമായ നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകൂ. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല. അത് നമ്മുടെ ശരിയാണ്. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധം തോന്നാത്ത ആളുകൾ നിങ്ങളൊരു മോശം വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലതെല്ലാം നമ്മളിലേക്ക് താനെ എത്തിച്ചേരേണ്ടതാണ്. എന്നാൽ മറ്റു ചിലത് നാം നേടിയെടുക്കേണ്ടതും. എത്തിച്ചേരേണ്ടത് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തും. നേടിയെടുക്കേണ്ടത് സമയം കഴിയുന്നതിനു മുമ്പേ നേടിയെടുക്കുകയും വേണം. നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒരു നാൾ നമ്മളെ തേടി വരും. ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നമ്മെ തേടി വരും. അതാണ് ജീവിതം. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നുപോകട്ടെ. അത് സത്യമാണോ? അത് ആവശ്യമാണോ? അത് ദയയുള്ളതാണോ? വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. മടുപ്പില്ലാത്ത അടുപ്പത്തോടെ കഴിയാൻ ഒരു കാരണം നമ്മൾ എപ്പോഴും കണ്ടെത്തണം. വഴക്കിടാനൊക്കെ 100 കൂട്ടം കാരണങ്ങൾ കിട്ടും. ക്ഷമിക്കാം, എന്നാൽ അതിലെ പാഠം പഠിച്ചിരിക്കണം. വെറുക്കരുത്, എന്നാൽ വീണ്ടും വേദനിക്കാതിരിക്കാൻ കൂടുതൽ അടുപ്പത്തിന് പോകരുത്. കാരണം നമ്മൾ ക്ഷമിക്കുന്നത് ഒരിക്കലും നമ്മുടെ മണ്ടത്തരമാകരുത്.